ഹലോ ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറിയാണ്, തൈര് സാദം. അപ്പോൾ ചോറിന് കറിയൊന്നും ഇല്ല എന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തൈരുള്ളത് ഓർത്തത്. അപ്പോൾ തൈര് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ഇപ്പോൾ നല്ല തണുത്തിരിക്കുന്ന സമയമാണ്. വയനാട് ഉള്ളവർക്കറിയാം, നല്ല തണുപ്പാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ അതാണ് ഓയിലൊക്കെ ഇങ്ങനെ തണുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഉള്ളവർ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ ഉള്ളവരാന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് വഴന്ന് വരേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു സവാളയുടെ പകുതി അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും നമുക്ക് വഴന്ന് വരണ്ട, ജസ്റ്റ് ചൂടായാൽ മാത്രം മതി. അതാണ് ഈ കറിയുടെ പ്രത്യേകത. നമുക്ക് കഴിക്കുമ്പോൾ എല്ലാം നമുക്ക് കടിക്കും പോലെ കിട്ടണം, സവാള ആയാലും തക്കാളി ആയാലൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തൈര് സാദം നമുക്ക് എരിവിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ടിയില്ല. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ട തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം, അത് കുറച്ച് ഐറ്റംസ് മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാൾട്ട് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ തൈര് സാദം റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, കാരണം അത്രയ്ക്കൊരു എന്തോരം അറിയില്ല, വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഈ ഒരു ഐറ്റം കേരളത്തിന് പുറത്തുള്ളവരുടെ ഒരു മെയിൻ റെസിപ്പിയാണ് തൈര് സാദം. അപ്പോൾ അവിടെ നിന്ന് ഒരിക്കൽ കഴിച്ചതിൻ്റെ ശേഷം ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു.